നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിലെ പ്രതി MK റാമിനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും നീക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിക്കുന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പ്രതിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും കോടതി പറയുന്നു. മുഖ്യമന്ത്രിയും ഈ അറസ്റ്റിൽ വീഴ്ച പറ്റി എന്ന കാര്യം, പോലീസിന് വീഴ്ച പറ്റി എന്ന കാര്യം അംഗീകരിച്ചിട്ടുമുണ്ട്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, എന്താണ് കോടതിയുടെ വിമർശനം? സജിത്ത്, പ്രധാനമായും ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ രീതിയിലും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചു എന്നതിലാണ് ഹൈക്കോടതി പ്രധാനമായും സംശയം ഉന്നയിച്ചത്. അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കാരണം പ്രതിയെ അറിയിക്കേണ്ടത് ഭരണഘടനാപരവും നിയമപരവുമായ പ്രധാന നടപടിക്രമമാണ്. ഈ നടപടി പാലിച്ചില്ലെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാകാനുള്ള സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അറസ്റ്റ് നടപടിയിലെ വീഴ്ച ഒരു സാധാരണ പ്രൊസീജിയർ ലാപ്സ് മാത്രമാണോ ആണ് കോടതി ചോദിക്കുന്നത്. പ്രതിക്ക് നിയമപരമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്ന തരത്തിൽ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നത് ഹൈക്കോടതിയുടെ സംശയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കോടതി വിലയിരുത്തുന്നത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന തരത്തിലുള്ള അന്വേഷണ നടപടികൾ നടന്നിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഴ്ച, വലിയ വീഴ്ച, അതായത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വത്തിലായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിസ്ഥാന നിയമ നടപടികൾ പാലിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ലെന്നാണ് കോടതിയുടെ വിമർശനം. അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. പ്രതിയുടെ അഭിഭാഷകനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും നീക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം സ്വീകരിച്ചോ എന്നതാണ് ഗുരുതരമായി കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്യുക, മാറ്റുന്നതിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നിട്ടുള്ളതാണ്. ഇതിൽ വ്യാപകമായ അന്വേഷണം വേണം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ ഇതിൽ അന്വേഷണം നടക്കുമെന്നാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അറസ്റ്റ് നിയമാനുസൃതമായിരുന്നോ എന്നുള്ളതും അതുപോലെ പോലീസ് മനഃപൂർവ്വം വീഴ്ച വരുത്തിയോ എന്നുള്ള കാര്യങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഹൈക്കോടതി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഗൗരവകരമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധമെന്തെന്നും അന്വേഷിക്കണമെന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് ഇതുവരെയും ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമെന്നാണ് കോടതി ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇതുവരെയും കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളിയാഴ്ചക്കകം മറുപടി നൽകാമെന്ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ രേഖകളാണ് ഡോക്ടർ MK റാമിനെ ഹാജരാക്കിയപ്പോൾ പോലീസ് നൽകിയത് രേഖകൾ ഹൈക്കോടതിയിൽ എത്തിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണോ അറസ്റ്റ് എന്ന് കോടതി പരിശോധിക്കും. പ്രതിയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആനുകൂല്യം നേടിയെന്ന വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ പഴുത് DYSP ഒരുക്കിയതെന്നും കോടതി വിമർശിച്ചിട്ടുണ്ട്. വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ഗൗരവകരമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സജിത്ത്, ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇതിലുണ്ടാവുന്നത്. പോലീസിന്റെ ഗുരുതരമായ പിഴവുകൾ പറ്റി ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവണം എന്നതടക്കമുള്ള ഗുരുതര കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.